സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. വിഖ്യാത ഇന്ത്യൻ ചലച്ചിത്ര സംവിധായകൻ ശ്രീ ശ്യാം ബെനഗൽ തൻ്റെ 90ാമത്തെ വയസ്സിൽ കഴിഞ്ഞ ദിവസം അന്തരിച്ചു. ശ്യാം ബെനഗലിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ ചിത്രം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, മേക്കിംഗ് ഓഫ് ദ മഹാത്മാ. 1996 മേക്കിംഗ് ഓഫ് ദ മഹാത്മാ സൗത്ത് ആഫ്രിക്കൻ സഹകരണത്തോടുകൂടി നിർമ്മിക്കപ്പെടുന്നത്. സമാന്തര സിനിമയ്ക്ക് തൻ്റെതായ സംഭാവന നൽകിയ സംവിധായകനാണ് ശ്യാം ബെനഗൽ. നല്ല സിനിമയെ സ്നേഹിക്കുന്നവർക്ക് ശ്യാം ബെനഗലിനെ കുറിച്ച് ചിന്തിക്കാതെ വയ്യ. ഇപ്പോൾ നാമൊക്കെ ഗാന്ധി സിനിമയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, നമ്മിൽ പലരും കണ്ടിട്ടുണ്ട്. റിച്ചാർഡ് അറ്റൻബറോയുടെ പ്രസിദ്ധമായ 1982 പുറത്തു വന്ന ഗാന്ധി എന്ന സിനിമ ഇന്ത്യയും ബ്രിട്ടീഷ് ഭരണകൂടവും സഹകരിച്ചുകൊണ്ട് നിർമ്മിച്ചൊരു ചിത്രമാണല്ലോ ഗാന്ധി. ആ ഗാന്ധി കണ്ട് വളർന്നൊരു തലമുറയാണ് നാമൊക്കെ. അപ്പോൾ ശ്യാം ബെനഗലിൻ്റെ മേക്കിംഗ് ഓഫ് ദ മഹാത്മാ ഗാന്ധിജിയുടെ സൗത്ത് ആഫ്രിക്കൻ ജീവിതകാലത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അസമത്വത്തിനെതിരെയുള്ള മഹാത്മാവിൻ്റെ പോരാട്ടങ്ങളാണ്, സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് നടത്തുന്ന പോരാട്ടങ്ങളും അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന അസമത്വത്തിൻ്റെ ഫലമായുള്ള ചില നാട്ടുകാരുടെ പ്രതികരണങ്ങളുമൊക്കെയാണ് അതിൽ ശ്യാം ബെനഗൽ വിവരിക്കുന്നത്. ഒരു ചലച്ചിത്രോത്സവത്തിന് 1997 തോന്നുന്നു മേക്കിംഗ് ഓഫ് ദ മഹാത്മാ ഞാൻ കണ്ടതോർക്കുന്നു. നല്ലൊരു ചിത്രമായിരുന്നു. പല അംഗീകാരങ്ങളും ഈ ചിത്രത്തിന് ലഭിച്ചതായി വായിച്ചറിഞ്ഞിട്ടുണ്ട്. ശ്യാം ബെനഗലിൻ്റെ മേക്കിംഗ് ഓഫ് ദ മഹാത്മാ എന്ന ഒറ്റ ചിത്രം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എങ്കിലും ശ്യാം ബെനഗൽ എന്ന സംവിധായകനെ ആദരവോടുകൂടിയാണ് കാണുന്നത്. കാരണം ഒരു സിനിമാ പ്രേമി, നല്ല സിനിമയെ സ്നേഹിക്കുന്ന ഒരു എളിയ ആസ്വാദകൻ എന്ന നിലയിൽ ശ്യാം ബെനഗലും ഇന്ത്യൻ സിനിമയ്ക്ക് തൻ്റേതായ സംഭാവന നൽകിയിട്ടുള്ളൊരു സംവിധായകനാണ്. ഒരു എളിയ സിനിമാ പ്രേമി എന്ന നിലയിൽ എൻ്റെ ആദരവ് ഇവിടെ രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.